ഞങ്ങളുടെ അസർബൈജാൻ യാത്രയുടെ 3-ാം ദിവസം മഡ് വോൾക്കാനോ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നും യെനർഡാങ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ബാക്കുവിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ലഞ്ച് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ മെർക്യൂർ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി. വേറെ വിദേശ രാജ്യത്ത് ചെല്ലുമ്പം ആ ദേശത്തെ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. കാര്യം ഇതേ ഒരു ടേസ്റ്റ് നമ്മൾ നാട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്താലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കിട്ടത്തില്ല. പക്ഷേ ഇവിടെ ആ ഒരു ഫീലുണ്ടായിരുന്നു. ശരിക്കും അസർബൈജാൻ ഫുഡ് എന്നുള്ള നിലയിൽ തന്നെ ടർക്കിഷ് ബേസ്ഡ് ആയിട്ടുള്ളതൊക്കെയാണെന്ന് തോന്നുന്നു. എന്തൊക്കെ ടൈപ്പിലുള്ള ഫുഡാണെന്ന് അതിൻ്റെ പേരുകളൊന്നും അത്ര വ്യക്തമായിട്ടില്ല. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ട്. എങ്കിലും അതൊന്നത്ര ആദ്യമായിട്ട് കേൾക്കുന്ന പല പേരുകളുമായിരുന്നു. അസർബൈജാനി ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു. അവിടുന്ന് ഭക്ഷണത്തിന് ശേഷം യെനർഡാങ് ലക്ഷ്യമാക്കി വീണ്ടും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം ബാക്കു സിറ്റിയുടെ മറ്റൊരു ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറോളം യാത്രയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ആ യാത്ര യെനർഡാങ് എന്നുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെയാണ് ബേണിംഗ് മൗണ്ടൻ. ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ആണെങ്കിലും നല്ല വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആർക്കിടെക്ചറൽ ഡിസൈനും ഇതുമായിട്ട് നോക്കുമ്പം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഡിസൈൻസാണ് ഇവിടെ കാണുന്നത്. കൂടുതലും റഷ്യൻ ചായ്വ് എല്ലാ ഡിസൈനുകളിലും കാണുന്നുണ്ട്. നാളുകളായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നു.
നാച്ചുറൽ ഗ്യാസ്. ഭൂമി കട്ട് ചെയ്ത് വന്നപ്പം അവിടെ ഇത് കാണുകയും ആ ഗ്യാസിൽ നിന്ന് തീയുണ്ടായി, തീ കത്തി. ഏതായാലും വർഷങ്ങളായിട്ട് തീ കത്തുന്നൊരു പ്രതിഭാസമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് തുടങ്ങി എങ്ങനെ തുടങ്ങിയെന്നൊന്നും പല രീതിയിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. യെന്നർ ഡാങ്ങിലെ ബേണിംഗ് ഹില്ല് കണ്ടതിന് ശേഷം നമ്മൾ തിരികെ വരുന്ന വഴിക്ക് കുറച്ച് റൂട്ട് മാറി കുറച്ച് ഓടിയെന്ന് തോന്നുന്നു കിലോമീറ്റർ. അവിടെയാണ് ഒരു ക്ഷേത്രമുണ്ട്. ഒരു ഇറാനിയനും ഇന്ത്യൻ ഒരു വിശ്വാസമൊക്കെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. അഗ്നിയും ജലവുമാണ് അവിടുത്തെ വർഷിപ്പ് ചെയ്യുന്ന സംഭവം. പണ്ട് തനിയെ അവിടെ ഗ്യാസ് കൊണ്ട് കത്തുമായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം അവർ ഗ്യാസ് കൊടുത്ത് കത്തിക്കുവാണ്, പൈപ്പ് ലൈൻ വഴി കൊടുത്തിട്ട് കത്തിക്കുവാണ്. അപ്പം അത് കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പം രാത്രിയായി. സത്യത്തിൽ ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല. ഇവർ ഇങ്ങനൊരു ബിൽഡിങ് ചെയ്തിട്ട്, ബിൽഡിങ് രാത്രിയിലായതുകൊണ്ട് ക്ലിയർ അല്ല, ലൈറ്റപ്പ് ഒന്നുമില്ല. ഇവർ ഇരുട്ടത്ത് ഇങ്ങനൊരു കെട്ടിടം എന്നിട്ട് അതിനകത്ത് ഗ്യാസ് കൊടുത്ത് കുറേ കല്ലുകൾ ഇറക്കി വെച്ചിട്ടൊരു ഫ്ലെയിം, ഒരു ഇതുപോലെ ഓൾട്ടർ പോലെ ഉണ്ടാക്കിയിരിക്കുക. എന്നിട്ട് അതിനെ കത്തിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ മുഴുവൻ ഷോപ്പിംഗ് സെൻ്ററാണ്, അതിനകത്തൊക്കെ ആൾക്കാർ വരുന്നു. ഇതാണ് മെയിൻ അട്രാക്ഷൻ. ഇതിനുവേണ്ടി കിലോമീറ്ററുകൾ ഓടിയാണ് ഇവിടെ അവർ എത്തിയത്. ഒരു കോട്ടയാണ്, കോട്ടയുടെ ഒരു ഭംഗിയൊക്കെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല കാണാൻ. ഓക്കെ, വെറുതെ സമയം കളഞ്ഞു മാത്രം. പ്രത്യേകതയൊന്നുമില്ല. അത് നമുക്ക് അതിപ്പം ആ ഒരു സംഭവം കണ്ടില്ലെങ്കിലും വലിയ നഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഏതായാലും അവരുടെ പ്ലാനിൽ അതുണ്ടായിരുന്നതുകൊണ്ട് ആ സ്ഥലം കൂടെ നമ്മൾ കണ്ടു. പിന്നെ സൈഡിലൊക്കെ കുറച്ച് കടകളും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം ഭയങ്കര വിലയാണ് എല്ലാ പ്രോഡക്ട്സിനും. അവിടെ നിന്നും നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി തിരിച്ച് റൂമിലോട്ട് പോന്നു.